യൂസ് ഓഫ് ദ പ്രിപ്പോസിഷൻ സിൻസ്, ഫോർ ആൻഡ് ഫ്രം. സിൻസ്, ഫോർ, ഫ്രം എന്നീ പ്രിപ്പോസിഷനുകളുടെ ഉപയോഗം എന്താണെന്ന് നോക്കാം. സിൻസ് ഈസ് യൂസ്ഡ് ഫോർ എ പോയിന്റ് ഓഫ് ടൈം, while for is used for a period of time. Both since and for are preceded by a verb in the perfect tense. സിൻസ് ഒരു നിശ്ചിത കാലത്തെ സൂചിപ്പിക്കുന്നു, എന്നാൽ ഫോർ ഒരു നിശ്ചിത കാലയളവിനെ സൂചിപ്പിക്കുന്നു. സിൻസും ഫോറും എപ്പോഴും ഒരു പെർഫെക്റ്റ് ടെൻസ് കഴിഞ്ഞാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, സീന ഹാസ് നോട്ട് മെറ്റ് മീ സിൻസ് ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസത്തിന് ശേഷം സീന എന്നെ കണ്ടിട്ടില്ല. പോയിന്റ് ഓഫ് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹി ഹാസ് ബീൻ ഇൽ ഫോർ 2 weeks. പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. 2 ആഴ്ചയായി അയാൾക്ക് സുഖമില്ല. ഫ്രം ഈസ് യൂസ്ഡ് ഫോർ എ പോയിന്റ് ഓഫ് ടൈം ബട്ട് ക്യാൻ ബി പ്രീസീഡഡ് ബൈ എ വെർബ് ഇൻ എനി ടെൻസ്. ഫ്രം ഒരു നിശ്ചിത സമയത്തെ സൂചിപ്പിക്കുന്നു, എങ്കിലും ഏത് ടെൻസ് കഴിഞ്ഞും അത് ഉപയോഗിക്കാം. എക്സാമ്പിൾ, ദ ബോയ്സ് പ്ലേ ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ്. അത് പ്രസന്റ് ടെൻസ് ആണ്. ആൺകുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കും. വി സ്റ്റേഡ് അറ്റ് ഷിംല ഫ്രം 10th August to 20th September. ഇത് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കും. ആഗസ്റ്റ് 10 മുതൽ സെപ്റ്റംബർ 20 വരെ ഞങ്ങൾ സിംലയിൽ താമസിച്ചു. ഹി വിൽ വർക്ക് റെഗുലർലി ഫ്രം ടുമോറോ. ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നു. നാളെ മുതൽ അവൻ തുടർച്ചയായി ജോലി ചെയ്യും. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. താങ്ക് യു.